ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ ടൗണിലേക്ക് പോയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോട്ടയ്ക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് റോട്ടിലും പിന്നെ കോട്ടയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കോട്ടൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോട്ടൻ്റെ പാതി പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. പോകുമ്പോൾ ഉള്ളതിനേക്കാളും തിരക്കായിരുന്നു തിരിച്ചു വരുന്ന ടൈമിൽ. കോട്ടൻ്റെ ഉള്ളിൽ അമ്പലത്തിലും എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെയും ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അസ്മിക്ക് ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് അവള് റെഡ് കളർ ഡ്രസ്സായിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നല്ല മടിയായിരുന്നു. വെളിച്ചപ്പാട് പോലൊക്കെ തോന്നും മറ്റുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ കോട്ടയ്ക്ക് ആദ്യമായിട്ട് വന്നത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ആട്ടാ. റേഷൻ കാർഡിൽ പേര് ചേർക്കാനോ അങ്ങനെ എന്തിനോ ആയിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇവിടെ ജയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ജയിൽ പുള്ളികളിനെയൊക്കെ കാണാമല്ലോ. എനിക്ക് അവരെ കാണാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ ദിലീപിൻ്റെ ഫാനായോണ്ടായിരിക്കാം എനിക്ക് ജയിൽ പുള്ളികളിനോടൊക്കെ ഭയങ്കര ടിക്കറ്റ് എടുത്തിട്ട് പിന്നെയും അതിൻ്റെ ഉള്ളിൽ തന്നെ പോകേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ വാടകയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ ശരിക്കൂലേ വന്നത് കോട്ടയ്ക്കാട്ടാ. പക്ഷെ ഞങ്ങള് അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണം. അവിടെ വലിയ തിരക്കോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് സംഭവം ടിക്കറ്റ് എടുക്കണ അവിടെയല്ലേ നോക്കിയത് അതിൻ്റെ അപ്പുറത്തായിരുന്നു നോക്കിയത്. അതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കില്ല ടിക്കറ്റ്. ഞങ്ങൾ കോട്ടയ്ക്ക് പോയിട്ട് കുറേ കാലമായതുകൊണ്ട് കറക്റ്റ് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഉള്ളിലായിരിക്കും ടിക്കറ്റ് എടുക്കണ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി അതുവരെ എത്തി. അമ്പലമൊക്കെ കടന്നെത്തി. അപ്പം ടിക്കറ്റ് എടുക്കണം ഇവിടെ അല്ല അവിടെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പിന്നെയും ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് നടക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങള് അതെ വാടിക കയറാന്ന് പറഞ്ഞിട്ട് വാടിക വന്നു. കാണിച്ചു അവിടെ ബ്രൈറ്റ് ട്യൂബിങ്, ഇവിടൊക്കെ ഫോട്ടോഷൂട്ട്, ഇവിടൊക്കെ ഫ്രണ്ട്സും അവിടൊക്കെ കൂടിയിട്ട്. പിന്നെ അവിടൊക്കെ കുറെ കപ്പിൾസ് ആണ് കേട്ടോ. അതെ കേക്ക് കട്ടിങ് ഉണ്ട്. ഇവിടെ നല്ല വെയിലടിക്കുന്നുട്ടാ. ഞങ്ങള് എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ കറങ്ങണം. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് കേട്ടാ. ആദ്യം വീട്ടിലാക്കിയിട്ട് വന്നത്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ കുറേ പേര് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. കുറേ പേര് കപ്പിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ പേര് എന്തൊക്കെ ഷൂട്ടിനായി വന്നിട്ടുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ. ഇവളെ പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട്. ബ്രൈറ്റും പിന്നെ കേക്ക് കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമെന്ന് വിചാരിക്കണം. എനിക്ക് ജലദോഷമാണ്, സൗണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കുറേ കേക്ക് കട്ടിങ് ഉണ്ട്. ഞങ്ങൾക്ക് ആരെങ്കിലും തരുമോ നോക്കട്ടെ. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. പാവം കുട്ടികളെ ആരെങ്കിലും കൊണ്ട് തന്നാലോ. ഇവളില്ലേ ഫോട്ടോഷൂട്ടിന് ഒരു പൂ പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്ന കുട്ടികളുടെ ഇന്ത്യന്ന് വാങ്ങിട്ടാണ്. ചെമ്പരത്തി ഓക്കെ ആണോ നിനക്ക്? ചെമ്പരത്തി അവിടെ ഉണ്ട് രശ്മി. ചോദിച്ചു, നീ ചോദിച്ചോ. ഇന്നില്ലേ ഞാൻ ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നുട്ടാ. ഞാൻ അൻവർഖാന്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നുകൊണ്ട് ഞാൻ എൻ്റെ താത്താൻ്റെ ലിപ്സ്റ്റിക് എടുക്കണം. എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക് ഇട്ടാലൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നല്ല വെയിലുണ്ട്, അതാണ് കണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കുട്ടു സൂപ്പർ ഇല്ലല്ലോ. കുട്ടുമ്പോ കുട്ടു ഇത്ര നേരം ഞങ്ങൾക്ക് നല്ലൊരു സീറ്റ് ഇട്ടിട്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കപ്പിൾസ് ആയിരുന്നു. പിന്നെ കുറേ പെണ്ണുങ്ങളും കുറേ ചെക്കന്മാരൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആശ്വാസമായിട്ടിരിക്കാനൊരു സ്ഥലം കിട്ടിയിട്ടായിരുന്നില്ല. എപ്പോഴാട്ടോ ഞങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയത്. ഞങ്ങൾ കൊടുക്കില്ല അവർക്ക് പോണവരെ. ഞങ്ങളാകെ കുറച്ച് നേരമായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ പൊട്ടാറ്റോ വാങ്ങി നേരെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ലുലുക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫർസി കുഴിമന്തിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ വെച്ചാൽ മറ്റേ ഇളനീരിൻ്റെ സാധനം കിട്ടില്ലേ, അത് കുടിച്ചാൽ നല്ല സുഖമാണ് തൊണ്ടക്ക്. എനിക്കാണെന്ന് വെച്ചാൽ നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ. മരുന്ന് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് അറിയണില്ല. എന്നാൽ നേരെ അങ്ങോട്ട് മാറണമില്ല. അങ്ങനത്തെ ഒരു രീതി. അങ്ങനെ നേരെ ഫർസി കുഴിമന്തി പോയി ഞങ്ങൾ സൂപ്പ് കുടിക്കുക. തൊണ്ടയിൽ കിച്ചുള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു ആ സൂപ്പ് കുടിക്കാൻ. സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് മന്തി വന്നത്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് അസ്മി മയോണൈസ് എൻ്റെ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവച്ചിക്കുക. ഞാൻ അവളെ ചീത്ത പറഞ്ഞിട്ട് എടുപ്പിച്ചു. ഞാനും അസ്മിയും കൂടെ കൂടിയെന്ന് വെച്ചാൽ മെയിൻ പരിപാടി ഞങ്ങളുടെ നാട്ടിലുള്ള ഗോസിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാമെന്നുള്ളതാട്ടാ. എൻ്റെ അസ്മിൻ്റെയും വർത്താനവും പിന്നെ ഈ ക്യാമറ വെക്കലൊക്കെ ആയപ്പോൾ അടുത്തുള്ള ടേബിളുകാർ ഞങ്ങളങ്ങനെ ഇടക്കിടക്ക് നോക്കണ്ടായിരുന്നിട്ടാ. ഞാനൊരു നെഹദി ഫാനാട്ടാ. പക്ഷേ ഈ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫർസിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മന്തി കഴിച്ചുകൊണ്ട് ഒരു സർബത്തും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നിട്ടാ. സർബത്തൊക്കെ കുടിച്ച് പിന്നെ നേരെ പോയത് കാടൂർക്കാട്ടാ. കാടൂർക്ക് പോണ വഴിയിലാണ് അൻവർഖാൻ്റെ ക്യാമ്പ് ഉള്ളത്. ഞാൻ സൂം ആക്കുമ്പോഴേക്കും കുറേ ചില്ലകൾ അവിടെ വന്ന് മൂടി. അങ്ങനെ നമ്മൾ വീടെത്തി.
അസ്മി ടാറ്റ ബൈ പറഞ്ഞിട്ട് പോയി. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.